സാവകാശം വളരെ ശാന്തമായിട്ട് ചിന്തിക്കണം. ഇത് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്നത് എന്താണ്? തൊട്ടടുത്ത നിമിഷം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ പല നിമിഷങ്ങളിൽ നമുക്ക് സന്തോഷം തരുന്നത് എന്താണ്? ഞാൻ എന്തിലാ സന്തോഷിക്കുന്നത്? പണമുള്ളതിലാണോ? ആരോഗ്യമുള്ളതിലാണോ? പ്രശസ്തിയുള്ളതിലാണോ? സംവിധാനങ്ങൾ ഉള്ളതിലാണോ? വലിയ കെട്ടിടങ്ങളുള്ളതിലാണോ? വിദ്യാഭ്യാസം ഉള്ളതിലാണോ? എന്തിലാണ് എന്റെ സന്തോഷം? Where does I put my joy and happiness in? അതറിയാൻ എന്താണെന്നറിയാമോ? നമ്മൾ കൂടെ കൂടെ ഓർത്ത് സന്തോഷിക്കുന്നത് എന്താണെന്ന് ഓർത്താൽ മതി. ഓർത്ത് സന്തോഷിക്കുന്നത് എന്താ? എന്തിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് സന്തോഷം? ഇന്ന് രാത്രി ഇല്ല ഭക്ഷണം കിട്ടും, അത് ഓർത്തപ്പോ ഒരു സന്തോഷം. അല്ലെങ്കിൽ നല്ല ഒരു വീട് വെച്ചു, അത് ഓർത്തപ്പോ ഒരു സന്തോഷം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ മനുഷ്യന് സന്തോഷിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ക്രിസ്ത്യാനിയുടെ സന്തോഷം കിടക്കുന്നത് ഏത് കാര്യത്തിലാണെന്നറിയാമോ? അതായത് ഞാൻ സിമ്പിളായിട്ട് പറയട്ടെ, എന്താണ് നമുക്ക് അനേകം പേർക്ക് പരിശുദ്ധ കുർബാന ഒരു ആഹ്ലാദമായിട്ട് മാറാത്തത്? എന്താ ഈ കുർബാന നമുക്ക് ബോറാവുന്നേ? എന്താ 15 മിനിറ്റ് കഴിയുമ്പോഴേ നമ്മൾ മടുക്കുന്നേ? എല്ലാവരുടെ കാര്യമല്ല, കുറെ പേരങ്ങ് മടുക്കുന്നേ. എന്താ ഇതൊന്ന് തീർന്നായിരുന്നെങ്കിലും എന്താ കൊതിക്കുന്നേ? ചൊല്ലുന്ന അച്ഛൻ എന്താ ഇത് മടുക്കുന്നേ? പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എന്നാ മടുക്കുന്നേ? നിങ്ങൾക്ക് എന്നാ ഒരു ഉള്ളിലൊരു കുർബാന എന്ന് പറയുമ്പോ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ സഭായോഗങ്ങൾ ചില സാധാരണ ചെയ്യുന്നത് പോലെ നിങ്ങൾ ആരും നിങ്ങളുടെ സഭായോഗങ്ങൾ അവഗണിക്കരുത്. ആ ദിവസം അടുത്ത് വരുന്ന കാണുമ്പോൾ സന്തോഷിക്കുകയും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും വേണം. അതായത് ഞായറാഴ്ച പള്ളി പോകാനായിട്ട് പറ്റുന്നു, നാളെ രാവിലെ പരിസർവാനയ്ക്ക് പോകാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ ഇന്നേ സന്തോഷിക്കണം. എത്ര പേരുടെ അകത്തുണ്ട് വിശ്വാസികളുടെ അകത്ത് ഈ സന്തോഷം? പള്ളി വരുന്ന ഒരു സന്തോഷം. പള്ളി വരുമ്പോൾ ആളുകളെ കാണാം, കൂട്ടുകാരെ കാണാം. അതല്ല, എന്നോടൊരു മകള് പറഞ്ഞു, എനിക്ക് ആ പള്ളി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നാ കാര്യം? അവിടുത്തെ യൂത്തിന്റെ സംഘടനയിൽ ഞാൻ പ്രവർത്തിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പള്ളി പോകുന്നത്. അപ്പൊ സന്തോഷം എന്താണ്? യൂത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന്റെ ഒക്കെ സന്തോഷമാണ്. ഞാൻ പറയട്ടെ നിങ്ങളോട്, നമുക്ക് എത്ര പേർക്ക്, ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞാനും നിങ്ങളും എല്ലാം പ്രതികൂട്ടിലാണ്. നമുക്ക് ചോദിക്കാം, എത്ര പേർക്ക് എനിക്ക് എന്ന് എന്റെ കർത്താവിനെ സ്വീകരിക്കാനും എന്റെ യേശുവിനെ ആരാധിക്കാനും ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്താനും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ തൃത്വൈക ദൈവത്തിന് ആരാധന സമർപ്പിച്ച് ആ കുർബാനയില് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, രക്ഷയുടെ ആനന്ദം അറിഞ്ഞിട്ടില്ലാത്ത ഒരു മനുഷ്യനും പരിശുദ്ധ കുർബാന ഒരിക്കലും ഒരനുഭവം പോണില്ല. ഒരിക്കലും. For him and her, that is purely and mechanical exercise. യാന്ത്രികമായ ഒരു പ്രവൃത്തി. ഇങ്ങനെ നിൽക്കുന്നു, കാണുന്നു, പോകുന്നു. രക്ഷ അനുഭവിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും, കാരണം എന്തറിയാമോ, രക്ഷയുടെ ആഘോഷമായി കുർബാന. രക്ഷ അനുഭവിക്കാത്ത ഒരുത്തൻ എങ്ങനെ ആഘോഷിക്കുന്നത്? അപ്പോ ആ സന്തോഷം, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല. വരുന്നു, മീറ്റിംഗ്, കമ്മിറ്റി, അത് ഇത്, ആ മേള, ഈ മേളം. അതുകൊണ്ട് പള്ളി വളരെ എൻഗേജിങ് ആണ്. എല്ലാവരും ഒക്കെ പള്ളി വരുന്നു, പള്ളി വളരെ, എല്ലാം ഞാൻ കണ്ണടച്ച് പറയല്ല, ഞാൻ ചിന്തിക്കാൻ പറയാണ്. അങ്ങനാണെങ്കിൽ ഇപ്പൊ എന്റെ പള്ളിയിൽ ഫോർ എക്സാമ്പിൾ അങ്ങനാണെങ്കിൽ എന്താ, പല പരിപാടികൾ, പല സംഘടന, ആ മീറ്റിംഗ്, ഈ മീറ്റിംഗ്, കുറെ അത്, ആ സ്ഥാനം, ഈ സ്ഥാനം, അതിനകത്തൊക്കെ നമുക്കൊരു സന്തോഷമുണ്ട്. അതുകൊണ്ട് നമ്മൾ പള്ളി വരും. അതല്ല, എനിക്കെന്റെ ഈശോയെ കിട്ടും, എനിക്കെന്റെ ഈശോയെ അനുഭവിക്കാൻ പറ്റും, എനിക്ക് കർത്താവിനെ ആരാധിക്കാൻ പറ്റും. എന്റെ രക്ഷയുടെ വിശദാംശങ്ങൾ അവിടെ ആഘോഷിക്കപ്പെടുക. രക്ഷയുടെ വിശദാംശങ്ങൾ സ്ഥാപന വചനങ്ങൾ ഉച്ചരിച്ചിട്ട് പരിശുദ്ധ കുർബാനയിൽ പറയും. അവനിതെല്ലാം പറഞ്ഞിട്ട് തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ച് എന്താണ്? ഞാൻ മടങ്ങി വരുന്നത് വരെയും നിങ്ങളിത് അനുസ്മരിക്കുവിനെന്ന് അപ്പോൾ നമ്മുടെ കർത്താവ് തന്റെ സ്ലീഹന്മാരോട് കൽപ്പിച്ചു. ഉടനെ ഒരു ആരവമാണ് പള്ളിയിൽ നിന്ന് വരേണ്ടത്. ആരവം. എന്താണ് ആരവം? കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഒരാരവമാണ് പള്ളിയിൽ നിന്ന് വരേണ്ടത്. Because we are celebrating. ഞാൻ കാണടച്ച് പറയല്ല, ഞാൻ എന്നെ നിങ്ങൾ ഉൾപ്പെടുത്തി പറയാണ്. We miss the mark. We miss the point. We miss the punch line. We miss. നമുക്ക് പോയത്, നമ്മുടെ ഇന്ന് പോയത്. കുർബാനയിൽ പറയും, എന്താ പറയുക? കർത്താവേ, നീ വീണ്ടും വരുന്നത് വരെ അങ്ങയുടെ മരണം ഞങ്ങൾ ഏറ്റുപറയുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു. Celebration. We celebrate the joy
ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ആനന്ദം നമ്മൾ ഏറ്റുപറയണം. ഞാനിത് പറയുന്നതിനെന്നറിയാമോ? ഞാൻ പറയുന്നത് നമ്മൾ ഇത് ദാഹിക്കണം. എന്റെ കർത്താവേ, അതായത് തുടങ്ങി തീരുന്നത് വരെ തോരാത്ത കണ്ണുനീരുമായി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കുർബാന അർപ്പിക്കാൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ നീ സഹായിക്കണം. എനിക്ക് രക്ഷ അനുഭവിക്കണം.